സോ ഹലോ ഗൈസ്, ലിറ്റിൽ ഗെയിമറിൻ്റെ മറ്റൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസം ഇന്ന് നമ്മളെ ഷിൻജാനും ഞാനും വീട് മാറാൻ പോവുകയാണ് ഗൈസ്. നമ്മളിന്ന് വീടൊന്ന് മാറാൻ പോവുക. കുറേ കാലമായി നമ്മൾ ഈ വീട്ടിൽ നിൽക്കുന്നു ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ വീട് മാറാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ ഷിൻജാനാണെങ്കിൽ അവിടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യാണ് ഗൈസ്. അപ്പോൾ വീഡിയോ കാണാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലൈക്കൺ അടിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, നമ്മൾ ഷിൻജാൻ അവിടെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ ഷിൻജാൻ്റെ അടുത്തേക്ക് ഒന്ന് പോയി നോക്കി നോക്കാം ഗൈസ്. അവിടെ ഷിൻജാൻ്റെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞോ? ഫ്രാങ്കിൾ, ഞാൻ പാക്കിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. ഇജ്ജ് മാറിക്ക്, ഞാൻ എന്തായാലും ഒന്ന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് മാറട്ടെ. ഓക്കെ ഫ്രാങ്കിൾ ബൈ, ഞാൻ എന്തായാലും പുറത്തുണ്ടാവും. ഓക്കെ, നമ്മൾ ഷിൻജാനും കാര്യങ്ങളൊക്കെ പുറത്ത് നിർത്തിയിട്ടുണ്ട് ഗൈസ്. എന്തായാലും നമുക്കിനി ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറാം ഗൈസ്. ഓക്കെ, നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഗൈസ്. കുറച്ച് ഡ്രസ്സ് ഞാനും പാക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ്. എന്തായാലും നമുക്ക് നമ്മുടെ ഷിൻജാൻ്റെ അടുത്തേക്ക് പോയി നോക്കി നോക്കാം ഗൈസ്. ഷിൻജാൻ അവിടെ നിൽക്കുന്നുണ്ട്. ഷിൻജാനെ പോവാം. ഓക്കെ ഫ്ലാങ്കിൾ ബൈ, ഞങ്ങൾ പോവാൻ റെഡിയാണ്. അവിടെ ചോപ്പ് അവിടെ ഷിൻജാനെ. ഫ്ലാങ്കിൾ ബൈ, ചോപ്പ് അവിടെ എന്തൊക്കെയൊക്കെ കാട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഫ്ലാങ്കിൾ ബൈ പോയി വിളിച്ചു, ഇനിക്കൊണ്ട് തന്നെ വെച്ചാ. ഓക്കെ, ഞാൻ എന്തായാലും പോയി വിളിച്ചോക്കട്ടെ. ഓക്കെ, നമ്മൾ ഷിൻജാൻ പറയുന്ന ഗൈസ് ചോപ്പാണെങ്കിൽ അവിടെ വെറുതെ ഇങ്ങനെ ഇരിക്കാണെന്നാണ് പറയുന്നത്. നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കി നോക്കാം. അവിടെ ചോപ്പ് ഷിൻജാൻ പറഞ്ഞു നീ ഇവിടെ വെറുതെ ഇരിക്കാന്ന്. എന്താ പ്രശ്നം? ബോ ഫ്ലാങ്കിൾ ബൈ, ഇത് പിന്നെ ഞാൻ ഇവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ സെറ്റാക്കിയതിനു. ഇത് സെറ്റാക്കിയതൊക്കെ മതി, വാ പോവാ സമയമായി. ഓക്കെ ഫ്ലാങ്കിൾ ബൈ. ഓക്കെ, നമ്മൾ ഷിൻജാനും ചോപ്പിലൊക്കെ നമ്മൾ കാർ കയറ്റിയിട്ടുണ്ട് ഗൈസ്. അപ്പം നമുക്ക് നേരെ നമ്മളെ വീട്ടിലേക്ക് പോവാണ്. നമ്മളെ ന്യൂ വീട്ടിലേക്ക് ഗൈസ്, നമ്മുടെ പുതിയ വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ്. എന്തായാലും നമ്മൾ നേരെ നമ്മളെ വണ്ടി എടുത്തുകൊണ്ട് നമ്മളെ പുതിയ വീട്ടിലേക്ക് നമുക്ക് പോവുക ഗൈസ്. ഓക്കെ ഗൈസ്, ഇപ്പോഴാണ് എനിക്ക് കാര്യം ഓർമ്മ വന്നത് ഗൈസ്. നമ്മളെ ഫർണിച്ചറൊക്കെ വെക്കാനുള്ള ആളോട് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടില്ല ഗൈസ്. എന്തൊക്കെ ആയും ഞാൻ വിളിച്ചു പറഞ്ഞില്ല. എന്തായാലും ഞാൻ ഇവിടെ നിർത്തി വിളിച്ചു നോക്കട്ടെ ഗൈസ്. ഓക്കെ, ഞാൻ നമ്മളെന്തായാലും വിളിച്ചു നോക്കട്ടെ. ഹലോ, ഫർണിച്ചറിൻ്റെ ആളല്ലേ? ഞങ്ങൾ ഫർണിച്ചറിൻ്റെ ആളാണ്. എന്താണ് പ്രശ്നം? അല്ല, ഞങ്ങളെ വീട്ടിൽ പുതിയൊരു വീട് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അവിടെ ഫർണിച്ചർ വെച്ചുക്കണോ? നിങ്ങളെന്തായാലും നിങ്ങളുടെ പേരൊന്ന് പറയണം. എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. എൻ്റെ പേര് ഫ്രാങ്ക്ലിൻ ക്ലിഞ്ചാണ്. നോക്കട്ടെ. നിങ്ങളുടെ ഫർണിച്ചറൊക്കെ ഞാൻ അവിടെ വെച്ചുക്കണു. എന്നാൽ ശരി, ഞാൻ എന്തായാലും വെക്കാണ്. ഓക്കെ, നമ്മളെ ഫർണിച്ചറൊക്കെ നമ്മളെ വീട്ടിൽ വെച്ചിട്ട് പറയുന്നത് ഗൈസ്. ഫ്ലാങ്കിൾ ബൈ, എന്താണ് സംഭവം? നിങ്ങൾ ആരെയും വിളിച്ചത്? അതൊന്നുമില്ല ഷിൻജാൻ, ഞാൻ മറ്റേ ഫർണിച്ചറിൻ്റെ ആളെ വിളിച്ചു കഴിഞ്ഞു. ഞാൻ വിചാരിച്ചു നീ മൈക്കിളിനെ വിളിക്കായിരുന്നു എന്ന്. ഫ്ലാങ്കിൾ ബൈ, എപ്പോഴാണ് വീടെത്ത ഫ്ലാങ്കിൾ ബൈ? എടാ, അത് നീ കുറച്ച് ദൂരം എന്തിച്ചാൽ എന്തായാലും വെയിറ്റ് ചെയ്യും. ഓക്കെ ഫ്ലാങ്കിൾ ബൈ, എനിക്ക് അവിടെ എത്തിയിട്ട് വേണമെന്ന് ചില്ല് ചെയ്യാൻ. എടാ ഷിൻജാനെ ചോപ്പ വീടെത്തിയടാ. ഫ്ലാങ്കിൾ ബൈ വീടെത്തിയേ. അവിടെ ചോപ്പ ഷിൻജാൻ ഇറങ്ങിക്കോ. പിന്നെ ലഗേജും കാര്യമൊക്കെ ജന എടുക്കണോ ഷിൻജാനെ. പിന്നെ ചോപ്പിനെയും കാര്യം ഒന്ന് കടിച്ചു പിടിപ്പിച്ചലാ. അപ്പോൾ എന്തായാലും ഗൈസ്, നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട് ഗൈസ്. എന്തായാലും നമുക്ക് നമ്മളെ വണ്ടി എടുത്ത് നമുക്ക് വീട്ടിലേക്കൊക്കെ പോയേക്കാം. അവിടെ ഷിൻജാൻ നല്ല രസം നല്ല വീട്. അവിടെ ചോപ്പ് എവിടെടാ? ചോപ്പ് ഇതാ പിങ്ങി നിൽക്കണു. അവിടെ ചോപ്പ് നീ എന്താ കാണാട്ടെ? ഫ്ലാങ്കിൾ ബൈ, ഇതിൻ്റെ ഉള്ളിൽ പ്രേതം. ഫ്ലാങ്കിൾ ബൈ, പ്രേതോ മണ്ണാങ്കാട്ടിയാണ്. മതിയാർക്ക് ഇങ്ങോട്ട് കയറിയാന്ന് വെച്ച്. ഇല്ല ഫ്ലാങ്കിൾ ബൈ, ഞാൻ വരില്ല. മതിയാർക്ക് വന്നു അല്ലെങ്കിൽ ഞാൻ മണ്ടൽ ചോദിച്ചു. വേണ്ട ഫ്ലാങ്കിൾ ബൈ, ഞാൻ വരില്ല എന്ന് ഞാൻ കാണിച്ചതാണ്. ഇങ്ങോട്ട് വാടാ, ഞാൻ വലിച്ചു കൊണ്ടുപോകുന്നു. ഫ്ലാങ്കിൾ ബൈ വേണ്ട, ഫ്ലാങ്കിൾ ബൈ ഇങ്ങോട്ട് വാ. ഓക്കെ, നമ്മുടെ സ്റ്റോപ്പിനാണെങ്കിൽ മുകളിലത്തെ റൂമിൽ ആക്കിയിട്ടുണ്ട് ഗൈസ്. എന്തായാലും നമ്മൾ സ്റ്റോപ്പാണെങ്കിൽ പറഞ്ഞിട്ടൊന്നും വരുന്നില്ല ഗൈസ്. എന്തായാലും നമ്മൾ ഏറ്റിയിട്ടുണ്ട്. ഷിൻജാൻ, നിനക്ക് വീടും കാലൊക്കെ ഇഷ്ടപ്പെട്ടോ? ഫ്ലാങ്കിൾ ബൈക്ക് വീടൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്താ വെച്ചാലും കാർട്ടൂൺ എന്തെങ്കിലും കണ്ടോ? ഓക്കെ ഫ്ലാങ്കിൾ ബൈ, ഞാൻ എന്തായാലും കുറച്ച് കാർട്ടൂൺ കാണട്ടെ. ഓക്കെ, നമ്മൾ ഷിൻജാനാണെങ്കിൽ അവിടെ കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമുക്ക് ചോപ്പിൻ്റെ അടുത്തേക്ക് പോയാൽ ഓക്കെ നോക്കാം. അവിടെ ചോപ്പേ, ഇജ്ജ് എന്താണ് ഇങ്ങനെ സെഡായിക്കണം? എന്താണ് അതിൻ്റെ കാര്യം പറ. ഫ്ലാങ്കിൾ ബൈ, ഇവിടെ പ്രേരുണ്ട്. ഫ്ലാങ്കിൾ ബൈ, നമുക്ക് ഇവിടെ നിന്ന് പോവാ. ഒന്നും മിണ്ടായിരിക്കടാ. നല്ല വില വീശത് വാങ്ങിയതാണ് ഗൈസ്. നല്ല വില കുറഞ്ഞൊരു വീട് ആയിരുന്നു ഗൈസ്. അപ്പം വാങ്ങിയതാണ് ഗൈസ്. ഇപ്പം പറയുന്നു നല്ല രസമല്ലാത്ത വീട് അത്രേ ഗൈസ്. അപ്പം എന്തായാലും നമുക്കിത് നേരെ പോവാം. നമ്മൾ വീടൊക്കെ കണ്ട് വന്നപ്പോൾ രാത്രി ആയിട്ടുണ്ട് ഗൈസ്. എന്തായാലും നമുക്കിനി ഒന്ന് പുറത്തത്തെ വ്യൂ ഒക്കെ നമുക്കൊന്ന് നോക്കാം ഗൈസ്. നമുക്കെന്തായാലും പുറത്തൊക്കെ നോക്കിയോട്ടെ. എൻ്റെ മോൻ എന്ത് രസമാണെന്ന് പറയുമ്പോൾ നോക്കാൻ. സെറ്റ് ഗൈസ്, എന്ത് രണ്ട് വ്യൂ ആണ് ഗൈസ്. എന്നിട്ടാണ് ആ ചോപ്പ് പറയുന്നത് ഇവിടെ പ്രേതമെന്നൊക്കെ. എന്ത് രസമുള്ള സ്ഥലമാണ് ഗൈസ്. എന്നാൽ നമുക്ക് ഷിൻജാനടുത്ത് പോയാൽ ഇപ്പോഴും കാർട്ടൂൺ ഇട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഷിൻജാനെ മതിയുടെ കണ്ടത് എത്ര നേരെ കാണാൻ തുടങ്ങിയിട്ട്. ഫ്ലാങ്കിൾ ബൈ, അത് കുറേ കാർട്ടൂൺ ഉണ്ടായിരുന്നു, ഞാൻ അതൊക്കെ കണ്ടു തീർത്തതാണ്. നീ എന്തായാലും കിടന്നുറങ്ങ്. ഓക്കെ ഫ്ലാങ്കിൾ ബൈ, ഞാൻ കിടന്നുറങ്ങാം. അവിടെ ഷിൻജാനും ചാരോ കറിഞ്ഞ സൗണ്ട് കേട്ടോ. കറിയുന്ന സൗണ്ടോ? ഫ്ലാങ്കിൾ വന്നു പെയ്ക്ക ഫ്ലാങ്കിൾ ബൈ. അവിടെ ഞങ്ങൾക്ക് കേട്ടിട്ട് കറി ഇല്ല ഫ്ലാങ്കിൾ ബൈ, ഞാൻ ഉറങ്ങാൻ പോവാം. ഫ്ലാങ്കിൾ ബൈ ഒരു വെറുതെ പറയുന്നു. ഓക്കെ, നമ്മൾ ഷിൻജാൻ കിടന്നിട്ടുണ്ട് ഗൈസ്. ഇന്നാലും ഞാൻ എന്തോ സൗണ്ട് കേട്ടു ഗൈസ്. അത് ഉറപ്പാണ് ഗൈസ്. ആരോ കറിയുന്ന സൗണ്ട് ഞാൻ കേട്ടതാണ് ഗൈസ്. അത് സത്യമാണ് ഗൈസ്. ആരോ കറിയുന്നുണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും മോൾക്ക് പോയേക്കാം ഗൈസ്. ഓക്കെ, നമ്മൾ ചോപ്പിനെ അവിടെ കിടത്തിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും ഗൈസ്
ഇവിടെ നിന്നിങ്ങനെ കുറച്ച് വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നേരെ നമുക്ക് ഇറങ്ങാൻ പോവാം ഗൈസ്. ഓക്കെ ഗൈസ്, അവിടെ ഒരു ലുക്കുണ്ടല്ലോ ഗൈസ്. ഇത് ഏത് വട്ടാണ് ഗൈസ് ഈ സമയത്തൊക്കെ. ഓക്കെ ഗൈസ്, നേരത്തെ കണ്ട അതേ സൗണ്ട് ഗൈസ്, ആരോ കഴിഞ്ഞ സൗണ്ട് ഞാൻ കേട്ടു ഗൈസ്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയോക്കെ. ഫ്രാങ്കിൾ ബൈ എങ്ങോട്ട് പോകണേ ഫ്രാങ്കിൾ ബൈ? എടാ അവിടെ ആരോ കളിയുടെ സൗണ്ട് കേൾക്കൊണ്ടാണ്. ഞാൻ എന്തായാലും ഒന്ന് പോയോക്കെ ഇവിടെ. ഫ്രാങ്കിൾ ബൈ, ഞാൻ പറഞ്ഞില്ല അവിടെ ആരും ഉണ്ട്, ഇവിടെ പ്രേതം എന്തെങ്കിലും ഉണ്ട്. ഒന്ന് പോയടാ കോളെ നേരെ അവിടെ. ഓക്കെ ഗൈസ്, സ്ത്രീൻ്റെ മുഖം എന്താ ഇങ്ങനെ ഗൈസ്? ഈ പെണ്ണിൻ്റെ ഇങ്ങനെ മുഖം ഗൈസ്. ഹലോ, ആരാണ് മനസ്സിലായി? ഇവിടെ നിന്ന് കാണാനല്ലോ. എങ്ങനെ വാങ്ങി പോയത് ഗൈസ്? ഇവിടെ ഇത്രയും നേരം എന്തായാലും പെണ്ണ് ആ പെട്ടെന്ന് വാങ്ങി പോയി. ഇപ്പം ഇതെങ്ങനെ പോയത് ഗൈസ്? ആ പെണ്ണ് പ്രേതമാണ് ശരിക്കും. ഫ്രാങ്കിൾ ബൈ, ഫ്രാങ്കിൾ ബൈ. ചോപ്പിൻ്റെ സൗണ്ടല്ലേ ഇപ്പോൾ കേട്ടത്? ചോപ്പിന് എന്താ പറ്റിയത്? എന്തായാലും മോൾക്കൊന്ന് പോയോക്കെ ഇവിടെ. എന്തായാലും ഒന്ന് പോയോക്കെ ഇവിടെ. ചോപ്പേ ഗൈസ്, നമ്മുടെ ചോപ്പല്ലേ ഇവിടെ കിടക്കണേ. എടാ ചോപ്പ് എണീക്കടാ. ചോപ്പേ ഗൈസ്, നമ്മുടെ ചോപ്പ് എണീക്കണില്ല ഗൈസ്. എടാ ചോപ്പേ, ഫ്രാങ്കിൾ ബൈ എന്നെ രക്ഷിക്കും. ഫ്രാങ്കിൾ ബൈ ഗൈസ്, നമ്മുടെ ചോപ്പിനെന്തോ കാര്യം പറ്റിയ. ചോപ്പ് എണീക്കടാ. ഓക്കെ ഗൈസ്, ആ പെണ്ണ് കഴിഞ്ഞ സൗണ്ട് ഞാൻ പിന്നെയും കേട്ടു ഗൈസ്. ഇപ്പോഴവിടെ ആ പെണ്ണ് നിൽക്കുന്നുണ്ട് ഗൈസ്. നമുക്കതെല്ലാം അവിടെ പോയേക്കാം. ആ ഭാഗത്തായി എനിക്ക് തോന്നുന്നത് ഗൈസ്. നമുക്കതെല്ലാം അങ്ങോട്ട് പോയി നോക്കി നോക്കാം ഗൈസ്. എന്തായാലും നമുക്ക് നേരെ പോയി നോക്കി നോക്കാം ഗൈസ്. അങ്ങോട്ട് പോയി നോക്കി നോക്കാം. ഓക്കെ ഗൈസ്, ഇവിടുത്തെ പെണ്ണുമ്പോൾ നിൽക്കുന്നുണ്ട്. എടി പെണ്ണുമ്പോളെ, നീ അല്ലടി എൻ്റെ ചോപ്പിനെ കൊന്നത്. നിന്നെ ഞാൻ ഇന്ന് കൊല്ലുവടി. ഞാൻ എന്തായാലും എൻ്റെ ഗണ്ണെടുക്കട്ടെ. നീ ചത്തു എന്നാ പിടിച്ചോ. അയ്യോ എൻ്റെ അമ്മേ. ഒരു പ്രേതത്തിന് വീണ്ടും കൊല്ലാൻ പറ്റുവാ മരപ്പൊട്ട. നീയൊക്കെ ഒരു പൊട്ടനാണതാ. എന്തായാലും ഇവൻ്റെ ശരീരം നല്ലൊരു ശരീരമാണ്. ഇവൻ്റെ മേത്തൊക്കെ വന്ന് കയറണം. എന്തായാലും ഞാൻ ഇവൻ്റെ ശരീരത്തിൽ കയറാൻ പോവാണ്. എന്നിട്ട് വേണം എന്നെ കൊന്നവരോട് ഇവരെ വെച്ച് പ്രതികാരം ചെയ്യാൻ. ഞാൻ ഇവൻ്റെ മേത്ത് കയറിയിട്ടുണ്ട്. എന്തായാലും ഇവിടെ ആ ചോപ്പിനെ എന്തായാലും കൊണ്ടിട്ടുണ്ട്. അവൻ്റെ വീട് ഞാൻ കഴിച്ചിട്ടുണ്ട്. എന്തായാലും ഇനി അവനിക്ക് ആയുസില്ല. ഇനി ഇവിടെ വേറൊരു ചക്കുണ്ട്, ഏതോ ഷിൻജാൻ പറഞ്ഞ ചക്കൻ. അവനെയും പാടി ഒന്ന് കൊല്ലണം. അവനെ വേണ്ട, പാവല്ല, ഒരു ചെറിയ കുട്ടിയല്ലേ. എന്തായാലും ഒന്ന് അടിച്ചിട്ടേക്കാം. എന്തായാലും അങ്ങോട്ട് പോട്ടെ. ഫ്ലാങ്കിലോ, നീ എന്തിനാ ഇവിടെ നിൽക്കണത്? ഫ്ലാങ്കിലോ, ഞാൻ ഫ്ലാങ്കിലൊന്നല്ല. എനിക്ക് നീ ഇവിടെ നിൽക്കണ ഇഷ്ടമല്ല. നീ എന്തായാലും ഇവിടെ കാണാൻ ചത്തേക്ക്. എന്നാ പിടിച്ചോ എൻ്റെ വക നിനക്ക്. അയ്യോ ഫ്ലാങ്കിലിന് എന്താ ഞാൻ ചെയ്തത്? ആ ചെക്കൻ്റെ കാര്യത്തിൽ എന്താ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി എന്തായാലും എന്നെ കൊന്നവരോടുള്ള പ്രതികാരം അത് ഞാൻ ചെയ്യാൻ പോവുകയാണ്. എന്തായാലും ഞാനിനി ഇവിടുന്ന് പോകട്ടെ.